വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയി ജയിലടച്ചതിന് പിന്നാലെ ലാറ്റിൻ അമേരിക്കയിൽ യുദ്ധസമാനമായ സാഹചര്യം. മഡൂറയുടെ പിൻഗാമിയായി അധികാരമേറ്റ ഹാർലൈൻ സോഷ്യലിസ്റ്റ് നേതാവ് ഡെൽസി റോഡ്രിഗസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചു. മഡൂറയുടെ അറസ്റ്റ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഭീഷണികൾക്ക് മുന്നിൽ വെനിസ്വേല മുട്ടുമടക്കില്ലെന്നും റോഡ്രിഗസ് പ്രഖ്യാപിച്ചു. എന്നാൽ റോഡ്രിഗസ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ മഡൂറയേക്കാൾ വലിയ വില നൽകേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ ഒടുവിലത്തെ മുന്നറിയിപ്പ്. വെനിസ്വേലിയൻ സൈന്യം റോഡ്രിഗസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സംഘർഷം പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനിസ്വേലയുടെ എണ്ണ വ്യവസായം ഇനി അമേരിക്കയുടെ ശത്രുക്കളായ റഷ്യയോ ചൈനയോ ഇറാനോ നിയന്ത്രിക്കാൻ അനുവദിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. വെനിസ്വേലയുടെ തീരത്ത് അമേരിക്കൻ പടക്കപ്പലുകളുടെ ഒരു വ്യൂഹം തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. എണ്ണയുമായി പോകുന്ന കപ്പലുകളെ തടയാനും പിടിച്ചെടുക്കാനുമുള്ള അധികാരമുണ്ടെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നു. ഇറാനുമായും ഹിസ്ബുള്ളയുമായുള്ള ബന്ധം വെനിസ്വേല ഉടൻ അവസാനിപ്പിക്കണമെന്നും എണ്ണ സമ്പത്തിനി അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും റൂബിയോ കർശന നിർദ്ദേശം നൽകി. മഡൂറയുടെ വിശ്വസ്തയായിരുന്ന റോഡ്രിഗസ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തതാണ് എന്ന ആരോപണങ്ങളും ഇതിനിടെ ഉയരുന്നുണ്ട്. മഡൂറയും ഭാര്യയും ഇപ്പോൾ ന്യൂയോർക്കിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലാണുള്ളത്. വെനിസ്വേലയിലെ എണ്ണക്കണ്ണും രാഷ്ട്രീയ മാറ്റവും ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന സൂചനകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. ഒരു വശത്ത് അമേരിക്കൻ ഉപരോധവും പടക്കപ്പലുകളും, മറുവശത്ത് വിട്ടുകൊടുക്കാത്ത റോഡ്രിഗസിന്റെ സോഷ്യലിസ്റ്റ് ഭരണകൂടവും. വെനിസ്വേലയുടെ ഭാവി പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ ബന്ദിയാക്കി കൊണ്ടുപോയതിനു പിന്നാലെ ഭരണം തങ്ങൾ നിർവഹിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തള്ളി US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ രംഗത്തെത്തി. നിലവിൽ പ്രതിദിനമുള്ള ഭരണം നിർവഹിക്കാൻ പറ്റിയ സ്ഥിതിയല്ല USനുള്ളതെന്ന് വ്യക്തമാക്കിയ റൂബിയോ വെനിസ്വേലയിൽ നിന്നുള്ള ഇന്ധനോപരോധം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യമാണ് ട്രംപ് സൂചിപ്പിച്ചത് എന്നും അതല്ലാതെ നേരിട്ടുള്ള ഭരണനിർവഹണമല്ലെന്നുമാണ് റൂബിയോയുടെ വിശദീകരണം. ലിബിയയിലെയോ ഇറാഖിലെയോ അഫ്ഗാനിലെയോ പോലെ അല്ല സ്ഥിതി. ഇത് മധ്യപൂർവ്വ ഏഷ്യയുമല്ല. ഇവിടെ US ലക്ഷ്യം മറ്റൊന്നാണ്. ഇത് പാശ്ചാത്യ മേഖലയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. സുരക്ഷിതവും നീതിയുക്തവുമായ ഭരണം വരുന്നതുവരെ വെനിസ്വേല തങ്ങൾ ഭരിക്കുമെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമേരിക്കൻ എണ്ണക്കമ്പനികൾ വെനിസ്വേലയിൽ എത്തുമെന്നും വെനിസ്വേലയുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇത് US വലിയ വിമർശനത്തിനും ചർച്ചയ്ക്കുമാണ് വഴിവെച്ചത്. ഇതിന് പിന്നാലെയാണ് റൂബിയോയുടെ വിശദീകരണം. 2 മണിക്കൂറിലേറെ നീണ്ട സൈനിക ഓപ്പറേഷനൊടുവിലാണ് മഡൂറയെയും ഭാര്യ ഫ്ലോറസിനെയും പിടിച്ചെടുത്ത് ആദ്യം കപ്പലിലേക്കും അവിടെ നിന്ന് ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ തടവറിലേക്കും ട്രംപ് മാറ്റിയത്. ലഹരി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുവെന്നും US വൻതോതിൽ ലഹരി കയറ്റി അയച്ചുവെന്നും കൊക്കൈൻ ഇറക്കുമതി ചെയ്തുവെന്നുമെല്ലാമുള്ള കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ US ചുമത്തിയിരിക്കുന്നത്. ലഹരി കൊണ്ടുള്ള യുദ്ധം മഡൂറ നടത്തുന്നതായി US നിരന്തരം ആരോപിച്ചിരുന്നുവെങ്കിലും മഡൂറ ഇത് നിഷേധിച്ചിരുന്നു. വെനിസ്വേലയിലെ എണ്ണയിൽ കണ്ണുവച്ചാണ് ട്രംപ് എത്തുന്നത് എന്നും അതിന് മറയായി മാത്രമാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നുമായിരുന്നു മഡൂറയുടെ നിലപാട്. ലോകത്തെ അസംസ്കൃത എണ്ണയുടെ 20% വെനിസ്വേലയിലാണുള്ളത്. മഡൂറയെ പിടിച്ചുകൊണ്ടുപോയതിനു പിന്നാലെ വൈസ് പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസിനെ ഇടക്കാല പ്രസിഡന്റായി വെനിസ്വേലിയൻ സുപ്രീം കോടതി നിയമിക്കുകയും ചെയ്തിരുന്നു. US പറയുന്നത് പോലെ ചെയ്യുമെന്നായിരുന്നു നിലപാട്. എന്നാൽ റോഡ്രിഗസ് ആവട്ടെ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ വെനിസ്വേലയ്ക്ക് ഒരു പ്രസിഡന്റേ ഉള്ളൂവെന്നും അത് മഡൂറോ മാത്രമാണെന്നും പ്രഖ്യാപിച്ചു. ഇതിലൂടെ റോഡ്രിഗസും USഉം തമ്മിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.